പ്രകൃതിയുടെ വിസ്മയം തീർക്കുന്ന നിരവധി വെള്ളച്ചാട്ടങ്ങളും യാത്രയിലുടനീളം കാണുന്ന കാടിന്റെ വന്യ സൗന്ദര്യവും ജലസമൃദ്ധമായ അരുവികളും തോടും നിറഞ്ഞ കാട്ടിൽ സ്വതന്ത്രമായി വിഹരിക്കുന്ന കാട്ടാനകളെ കൊതി തീരെ കാണാൻ സാധിക്കുന്ന മൂന്നാറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ഗ്രാമമാണ് ആനക്കുളം. ഇന്നത്തെ നമ്മുടെ യാത്ര ആനക്കുളത്തേക്കാണ്. ഇവിടുത്തെ നിരവധി വെള്ളച്ചാട്ടങ്ങളും തൂക്കുപാലവും ആനകളുടെ ജലനീരാട്ടവും ഒക്കെ കണ്ട് ആനക്കുളം മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങുകയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് മൂന്നാറിൽ നിന്നാണ്. മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റുള്ള വഴിയിലൂടെ വേണം നമുക്ക് ആനക്കുളത്തേക്ക് പോകാൻ. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ഏറ്റവും നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് നമ്മൾ പോകുന്നത്. വീതിയൊക്കെ കുറഞ്ഞ നല്ല വളവുകളുള്ള ഒരു പഴയ റോഡാണിത്. മൂന്നാറിൽ നിന്നും കല്ലാർ വഴി പോയാൽ നമുക്ക് നല്ല റോഡിലൂടെ പോകാം, പക്ഷേ ഒരുപാട് ദൂരം കറങ്ങണം. അതുപോലെ തന്നെ ലക്ഷ്മി എസ്റ്റേറ്റിന്റെ കാഴ്ചയും നമുക്ക് നഷ്ടപ്പെടും. ലക്ഷ്മി എസ്റ്റേറ്റിന്റെ ഭംഗി മുഴുവൻ കാണിക്കുന്ന സ്ഥലത്തുകൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ച അതിഗംഭീരം തന്നെയാണ്. മൂന്നാറിൽ നിന്നും ലക്ഷ്മി എസ്റ്റേറ്റ് വഴി പോകുമ്പോൾ നമ്മൾ ആദ്യം എത്തുന്നത് വിരിപ്പാറ വാട്ടർഫാളിലാണ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണത്തിലാണ് ഇവിടം. പ്രവേശന ഫീസ് 60 രൂപ നൽകിയാൽ നമുക്ക് ഇവിടെയുള്ള വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങി കുളിക്കാൻ പറ്റും. വാട്ടർഫാളിന് താഴെയായി ഒരു ചെക്ക് ഡാമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിന് സമീപത്തായി ഒരു ഡ്രസ് ചേഞ്ചിങ് റൂമും വാഷ്റൂമും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ആദ്യം നമ്മൾ മാങ്കുളത്തേക്കാണ് എത്തുന്നത്. മാങ്കുളത്തുള്ള വെള്ളച്ചാട്ടങ്ങളും തൂക്കുപാലവും ഒക്കെ കണ്ട് ആനക്കുളത്തേക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ ആദ്യം പോകുന്നത് ഒരു വാട്ടർഫാൾ കാണാനാണ്. ആ വാട്ടർഫാളാണ് പെരുമൻകുത്ത് വാട്ടർഫാൾ. വാട്ടർഫാളിന്റെ മുകൾ ഭാഗത്തായി ഒരു റിവർ ക്രോസിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. നമുക്ക് ആദ്യം അവിടെ വന്ന് കാണാം. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ഫോട്ടോ പോയിന്റ് കൂടിയാണ്. ആറിന് നടുവിലുള്ള പാറയിലൂടെ ജീപ്പിൽ പുഴ ക്രോസ് ചെയ്യുന്നതാണ് ഇവിടുത്തെ വിനോദം. ഇവിടെ കുറെ നേരം ചെലവഴിച്ചതിന് ശേഷം ഇനി നമ്മൾ വാട്ടർഫാൾ കാണാനാണ് പോകുന്നത്. ഇതിന് താഴെയായാണ് പെരുമൻകുത്ത് വാട്ടർഫാൾസ് ഉള്ളത്. നമുക്ക് 2-3 മിനിറ്റ് നടന്നാൽ ഒരു ടവർ കാണാം. അതിന് മുകളിൽ നിന്ന് ഈ വാട്ടർഫാൾസ് നമുക്ക് നന്നായി കാണാൻ സാധിക്കും. ഇനി അടുത്ത സ്ഥലം ഒരു തൂക്കുപാലമാണ്. 6-ാം മൈലിലാണ് ഈ തൂക്കുപാലം ഉള്ളത്. ഈ തൂക്കുപാലത്തിൽ കൂടി നടക്കുമ്പോൾ ശരിക്കും നല്ല ഒരു ആട്ടമൊക്കെ ഉണ്ട്. നമ്മൾ ഇതിലൂടെ നടക്കുമ്പോൾ നല്ലൊരു ഊഞ്ഞാലിരിക്കുന്നത് പോലെയാണ്. ഇതിന് മുകളിൽ നിന്നുകൊണ്ടുള്ള പുഴയുടെ കാഴ്ചയൊക്കെ നല്ല രസകരമാണ്.
ഈ ഭംഗിയുള്ള തൂക്കുപാലമൊക്കെ കണ്ടതിന് ശേഷം നമ്മളിനി അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മളിനി പോകുന്നത് മാങ്കുളത്തെ ഫേമസ് ആയ ഒരു വാട്ടർഫാളിലേക്കാണ്. ഈ വാട്ടർഫാളിൻ്റെ പേരാണ് 33 വാട്ടർഫാൾസ്. മാങ്കുളത്ത് നിന്നും 4 കിലോമീറ്റർ വരണം ഈ വെള്ളച്ചാട്ടത്തിലെത്താൻ. അവിടേക്കുള്ള റോഡ് കുത്തുകയറ്റവും ഒരു വണ്ടിക്ക് മാത്രം പോകാൻ പറ്റുന്ന വീതിയുമാണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് പോകുന്നതിനായി ജീപ്പാണ് തിരഞ്ഞെടുത്തത്. കാടിന് നടുവിൽ നിന്നും നല്ല പച്ചപ്പിനിടയിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി താഴോട്ടൊഴുകുന്ന ഈ അരുവിയുടെ കാഴ്ച ഒരു നല്ല അഴകാണ്. മുകളിൽ നിന്നും നല്ല തണുപ്പുള്ള തെളിഞ്ഞ വെള്ളമാണ് താഴോട്ടൊഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങി കുളിക്കുന്നത് ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്. 33 വാട്ടർഫാൾ ഒഴുകിയെത്തുന്ന പുഴയുടെ കാഴ്ചയും അതിമനോഹരമാണ്. ഏത് വേനലിലും നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടെയുള്ളത്. വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം ഈ പുഴയിലും ഇവിടെ വരുന്നവർ ഇറങ്ങി കുളിക്കാറുണ്ട്. കാടിനുള്ളിൽ കൂടിയുള്ള ട്രെക്കിങ്ങും 33 വാട്ടർഫാൾസും കാണണമെങ്കിൽ നമുക്ക് ജീപ്പിനെ ആശ്രയിക്കേണ്ടി വരും. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ നമുക്ക് കാറിൽ കറങ്ങി കാണാൻ സാധിക്കും. മാങ്കുളത്തെയും ആനക്കുളത്തെയും എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളും കണക്ട് ചെയ്തുകൊണ്ടുള്ള ജീപ്പ് സഫാരി വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ ആനക്കുളത്തേക്കാണ് പോകുന്നത്. ഈ കാണുന്നതാണ് ആനക്കുളം. ആനക്കുളത്തിനടുത്ത് ഇവിടെ എത്തുന്നവർ പോകുന്ന ഒരു ചെക്ക് ഡാമുണ്ട്. അവിടം കൂടെ കണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരികെ വരാം. ഇവിടെയും ചെക്ക് ഡാമിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനുമൊക്കെ സൗകര്യങ്ങളുണ്ട്. ഇനി നമ്മൾ ആനക്കുളത്തിന് ആ പേര് വരാൻ കാരണമായ മെയിൻ സ്പോട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെയുള്ള ഈ പുഴയിൽ ആനകളെന്നും ഓരുവെള്ളം കുടിക്കാൻ വരുന്നതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ആനക്കുളം എന്ന പേര് വന്നത്. ഈ പുഴയുടെ നടുഭാഗത്തായി അടിയിൽ നിന്നുമാണ് ഉപ്പുരസമുള്ള വെള്ളം മുകളിലേക്ക് വരുന്നത്. ഈ വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ ദിവസവും ആനകൾ ഇവിടെ എത്തുന്നത്. ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം 5 മണിയായി. ഒരു മഴയുടെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ആനക്കുളത്തെ വേനൽമഴയും കാണാൻ പറ്റി. ഒരു മണിക്കൂർ ചെറിയ രീതിയിൽ മഴ പെയ്തതിന് ശേഷം നമുക്ക് വേണ്ടി മഴയൊന്ന് മാറി കേട്ടോ. പുഴയോട് ചേർന്ന് തന്നെ റോഡും കടകളും ഒക്കെ സ്ഥിതി ചെയ്യുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ റോഡിൽ നിന്നാൽ ആനകളെ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. എല്ലാവരും ആനയുടെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ സൺസെറ്റിന്റെ സമയമായതുകൊണ്ട് ആകാശമൊക്കെ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. നമ്മുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ദേ വരുന്നു നമ്മുടെ ഗജവീരന്മാര്. കുട്ടിക്കൊമ്പന്മാരും പിടിയാനകളും ഒക്കെ നിരനിരയായി താഴോട്ടിറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരവിനാണ് ആനച്ചന്തം എന്നൊക്കെ പറയുന്നത്. കാട്ടിനുള്ളിൽ നിന്നും ആടി ഉലഞ്ഞ് സ്ലോ മോഷനിലുള്ള ആനക്കൂട്ടങ്ങളുടെ ഈ വരവ് ഒരു കാഴ്ച തന്നെയാണ്. പൊതുവെ ഇവർ ഇരുട്ടിയതിനു ശേഷമാണ് ഇറങ്ങി വരുന്നത്. അതുവരെ അവർ കാടിനുള്ളിൽ തിമിർത്തങ്ങ് നടക്കും. ഇവിടെ തോടിന് കരയിലായി
ഒരു ഹൈമാക്സ് ലൈറ്റ് ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയായാലും ആനകളുടെ കാഴ്ച നന്നായി ലഭിക്കും. കൊതിതീരെ ആനകളുടെ കാഴ്ചകളൊക്കെ കണ്ട് ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകളുമായി ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.